വിശദമായ വാർത്തകളിലേക്കാണ്. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയത്. വസതിയിൽ തീപിടുത്തമുണ്ടായപ്പോൾ അണയ്ക്കാനെത്തിയ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരാണ് പണം കണ്ടെടുത്തത്. വിവരങ്ങളുമായി ദീപ്തി ഗോപകുമാർ ചേരുന്നു. ദീപ്തി, ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നാണ് കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തിയത്. നിലവിൽ ഒരു തീപിടുത്തമുണ്ടാവുകയും അതേ തുടർന്ന് നടത്തിയ പരിശോധനയിലുമാണ് ഫയർഫോഴ്സിന് പണം കണ്ടെത്താനായത്. തുടർ നടപടികൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. വൃന്ദ, യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടായപ്പോൾ അത് അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് കണക്കിൽപ്പെടാത്ത നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. ഈ സമയം യശ്വന്ത് വർമ്മ വസതിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് സംഘം എത്തി തീ അണച്ചത്. ശേഷമുള്ള സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായി നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്നതിന്റെ സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഒരു കെട്ടുകണക്കിന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. ഇത് പെടുന്ന നോട്ടുകെട്ടുകളല്ലെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആഭ്യന്തര മന്ത്രാലയത്തെ വിവരം അറിയിക്കുകയായിരുന്നു. ശേഷം ആഭ്യന്തര മന്ത്രാലയം ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്നെ വിവരം അറിയിക്കുകയും ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സമിതി കൊളീജിയം ചേരുകയും ആയിരുന്നു. ഈ കൊളീജിയത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് വീണ്ടും തിരിച്ചയക്കുക എന്നുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു കൊളീജിയത്തിൽ ഉയർന്നു വന്ന ആരോപണം അംഗങ്ങളെല്ലാം പറഞ്ഞത് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാണ്. കാരണം സുപ്രീം കോടതിക്ക് കളങ്കമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു അഭിഭാഷകർക്ക് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഒരു കളങ്കപ്പെടുത്തുന്ന ഒരു നടപടിയാണ്, ഒരു പ്രവൃത്തിയാണ് ഈ ഒരു ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ കളങ്കപ്പെടുത്തുന്ന ഒരു നടപടി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ആഭ്യന്തര അന്വേഷണം വേണം എന്ന് ചീഫ് ജസ്റ്റിസിനോട് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തോട് രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം രാജിക്ക് തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ആഭ്യന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസിനോട് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജഡ്ജിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് വിശദീകരണം തേടുക, ആ ഒരു കുറ്റാരോപിതനായ ആളോട് വിശദാംശങ്ങൾ തേടുക. അതിനുശേഷം അദ്ദേഹം ഒരു അന്വേഷണ സമിതി രൂപീകരിക്കും. ഒരു സുപ്രീം കോടതി ജഡ്ജി അതുപോലെ തന്നെ 2 ഹൈക്കോടതി ജഡ്ജിമാർ അടങ്ങുന്ന ഒരു അന്വേഷണ സമിതി രൂപീകരിക്കും. ആ സമിതിയിൽ ഈ ഒരു കുറ്റാരോപിതനായ ആള് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ തുടർ നടപടിയിലേക്ക് കടക്കും. അതിനുശേഷം പാർലമെന്റിന് തീരുമാനിക്കാം ഇവരെ പുറത്താക്കണോ, ഈ ഒരു കുറ്റാരോപിതരെ പുറത്താക്കണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് പാർലമെന്റ് ആയിരിക്കും. ഇപ്പോൾ നിലവിൽ അലഹബാദ് ഹൈക്കോടതിയിൽ 2014 യശ്വന്ത് വർമ്മ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിട്ട് സ്ഥാനം വയ്ക്കുന്നത്. തുടർന്ന് അതിനുശേഷം 2021 ഡൽഹിയിലേക്ക് മാറുകയായിരുന്നു. നിലവിലെ സാഹചര്യം അനുസരിച്ച് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. തുടർന്ന് എന്തെങ്കിലും കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. വൃന്ദ. ശരി, ദീപ്തിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.